മൈ ചാനൽ. എല്ലാവർക്കും ഹാബിറ്റ്സ് ടീച്ചിങ് വേൾഡിന്റെ പുതിയ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മൾ പേജ് നമ്പർ 16 എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ കഴിയൂലേ, ഒരു ആളല്ലേ, ഒരു കുറച്ച് മുതിർന്ന ഒരാളും കുറേ കുട്ടികൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു പിക്ചർ കാണാൻ പറ്റും. ഇനി ആ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം. Now then, said the headmaster. ഇയാൾ ആരാണ്? ഹെഡ് മാസ്റ്റർ ആണല്ലേ ആ സ്കൂളിന്റെ. Now then, said the headmaster, when they had all assembled to start the trip. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിന്നീട് അസംബ്ലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കൂടുക. ഓക്കെ, എന്താണ് പിന്നീട് ഈ ഒരു ഹെഡ് മാസ്റ്റർ പറഞ്ഞു എന്താണ്, അവർ എപ്പോഴാണ് അവരെല്ലാവരും കൂടെ അവർ ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, ഒരുമിച്ച് കൂടിയപ്പോൾ അവര് പറഞ്ഞു. ആര് പറഞ്ഞു? ഹെഡ് മാസ്റ്റർ പറഞ്ഞു. We are traveling by train and by ship. നമ്മൾ ഷിപ്പിലും ട്രെയിനിലും ആയിട്ടാണ് പോകുന്നത്. ട്രാവലിംഗ് എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നത്, ഷിപ്പ് അറിയാലോ, കപ്പല്. സോ and by ship and I don't want any of you to get lost. എന്താണ്, ഞാൻ നിങ്ങളൊക്കെ കളിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും എന്താണ് ലോസ്റ്റ് ആവാൻ, കാണാതാവാൻ, അല്ലെങ്കിൽ കൂട്ടം തെറ്റിപ്പോവാൻ പാടില്ല. ഇവിടെ ലോസ്റ്റ് ചെയ്തിട്ടില്ല. ലോസ്റ്റ് എന്ന് വെച്ചാൽ കൂട്ടം തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ കാണാതാവുക. ഓക്കെ, കളഞ്ഞു പോവുക എന്നൊക്കെ വരും കേട്ടോ. പക്ഷെ ഇവിടെ കാണാനാവുക അല്ലെങ്കിൽ കൂട്ടം തെറ്റുക എന്നതാണ് മീനിങ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് എന്താണ്, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓൾ റൈറ്റ് ഓഫ് വി ഗോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനി നമുക്ക് പോവാം എന്ന് പറയണം. നമ്മുടെ അടുത്തൊന്നും ഇങ്ങനെ ഹെഡ് മാസ്റ്റർ ഒന്നും പറയാറില്ല കേട്ടോ. നിങ്ങൾ ആരും കാണാതാവല്ലേ, എൻ്റെ തലയിൽ വരരുത്, ഇത്രേ പറയാറുള്ളൂ. എന്താണ് ഓഫ് വി ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, നമുക്ക് പോവാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്തല്ല ഹെഡ് മാസ്റ്റർ. പിന്നീട് that was the only instruction he gave. എന്താണ്, അതൊറ്റ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ആ ഒരു പ്രിൻസിപ്പിൾ കൊടുത്തുള്ളൂ. നമ്മളെയൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, നിങ്ങൾ കൂട്ടം തെറ്റാൻ പാടില്ല, നിങ്ങൾ യൂണിഫോം മാത്രമേ ഇടാൻ പാടുള്ളൂ, നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും. അതൊരു ട്രിപ്പാണോ എന്തല്ലേ? സോ here the children were amazingly well behaved in the train. എന്താണ് amazingly well behaved എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട്, നല്ല പെരുമാറ്റത്തോടു കൂടി, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഡിസിപ്ലിനോട് കൂടിയുള്ള കുട്ടികളായിട്ടായിരുന്നു അവർ ട്രെയിനിൽ എന്ത് ചെയ്തിരുന്നത്, പെരുമാറിയിരുന്നത്. എന്നിട്ട് പിന്നെ നോക്കാം, nobody ran up and down the cars and the only talking was done quietly among those sitting next to each other. എന്താണ്, ബാക്കിയുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു അവര് അപ്പുറത്തും ഇപ്പുറത്തുള്ള കുട്ടികളോട് സംസാരിക്കുന്നത്. നമ്മൾ ട്രെയിനിൽ കിടന്ന് ഓടുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്തില്ല. അവർ മാത്രമാണോ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്? അല്ല അല്ലേ, വേറെ കുറേ പാസഞ്ചേഴ്സ് ഇല്ലേ ട്രെയിനിൽ. അപ്പൊ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവര് എന്ത് ചെയ്തു, ബിഹേവ് ചെയ്തു അല്ലേ. അടുത്തിരിക്കുന്ന കുട്ടികളോട് വളരെ പതുക്കെയാണ് സംസാരിച്ചത്. ഓക്കെ, അതായത് അവർക്ക് തമ്മിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദത്തില്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് തീർന്നു. നെക്സ്റ്റ് നോക്കാം. The Tomoy pupils had never been actually told how to behave in public. ഈ ടൊമോയിലെ പീപ്പിളുകൾക്ക് ഇവിടെ രണ്ട് മീനിങ്സ് ഉണ്ട്. പ്യൂപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അഥവാ കുട്ടികൾ, അതുപോലെ തന്നെ PEOPLES അത് പീപ്പിൾസ് ആളുകൾ, ജനങ്ങൾ എന്ന് വരും. പ്യൂപ്പിൾസ് PUPILS അത് വരികയാണെങ്കിൽ കുട്ടികൾ എന്നല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ അങ്ങനെയൊക്കെ വരും. ഓക്കെ, had never been actually taught how to behave in public. ടൊമോയിലെ കുട്ടികൾക്ക് എന്തില്ല, അവരുടെ സ്കൂളിലൊന്നും എങ്ങനെ പബ്ലിക്കിൽ, എങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ബിഹേവ് ചെയ്യണം എന്നൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് എങ്ങനെ നല്ല ബഹുമാനം വേണം, മുതിർന്നവരെ ബഹുമാനിക്കണം, അവർ പറയുന്ന അനുസരിക്കണം, അങ്ങനെയൊക്കെ എങ്ങനെയാണ് പൊതുസ്ഥലങ്ങളിൽ ബഹളം വയ്ക്കാതെ നല്ല കുട്ടികളായിട്ട് എല്ലാം ഒക്കെ അങ്ങനെയൊക്കെ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കും ഫസ്റ്റിൽ. എന്നിട്ടല്ലേ നമ്മളെ
പഠിപ്പിക്കാൻ തുടങ്ങുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കാറ്. പക്ഷെ എന്നാലും നമ്മളൊന്നും നന്നാവൂല. നമ്മൾ എന്ത് ചെയ്യും, ആ പേപ്പർ കീറി വലിച്ചിട്ട് താഴെ ഇടും, മുട്ടായിയൊക്കെ തിന്നിട്ട് ആ കവറെടുത്ത് വലിച്ചെറിയും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ. പക്ഷേ ടൊമോയിലെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചില്ലെങ്കിലും അവരുടെ സ്കൂൾ ലൈഫിലൂടെ അവരെന്ത് ചെയ്തു, ഡിസിപ്ലിൻ അല്ലാണ്ട് തന്നെ പഠിച്ചെടുത്തു. അതായത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എന്താണ് ഗുഡ് ബിഹേവിയർ. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. അവര് മറ്റുള്ളവരെ എന്ത് ചെയ്തിട്ടില്ല, ബുള്ളീഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഭീഷണിപ്പെടുത്തുക. അതായത് നീ ഇനി നോക്കിക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ ടീച്ചറിൻ്റെ അടുത്ത് ഒരു വക പറഞ്ഞ, അങ്ങനെയൊക്കെ പറയുക. അതാണ് ബുള്ളി എന്നുള്ളതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്തുക, അത് തെറ്റായ പ്രവൃത്തികളാണ്. സോ ബുള്ളീഡ് അതേഴ്സ്, മറ്റുള്ള ഒരാളുടെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. നെവർ ടുക്ക് ടു അൺറൂളി ബിഹേവിയർ. അതായത് അൺറൂളി ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അനുസരണ ഇല്ലാതെയൊന്നും നിന്നിട്ടില്ല. ഭയങ്കര അടിപൊളിയായിട്ട് എന്താണ് എല്ലാ ടീച്ചർമാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും എല്ലാവരും പറയുന്നെല്ലാം കേൾക്കുമായിരുന്നു. നെക്സ്റ്റ് നോക്കാം. നെവർ ടുക്ക് ടു അൺറൂളി പിക്ഡ് അപ്പ് ലിറ്റർ. ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഈ ചപ്പുചവറുകൾ, കൊച്ചു കൊച്ചു പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഈ ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിതൊന്നും അല്ല കേട്ടോ. എന്താണ് ഈ താഴെ കിടക്കുന്ന കൊച്ചു കൊച്ചു പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവര് അപ്പോഴേ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതവിടെ കിടന്നോട്ട്, വേറെ ആരെങ്കിലും ഒക്കെ വന്ന് എടുത്ത് കളയുമെന്ന് പറഞ്ഞ് നമ്മൾ പോകും നമ്മളെ പാട്ടിന്, എന്നിട്ട് വലിച്ചു കയറി അവിടെ ഇടുകയും ചെയ്യും. പക്ഷെ ഇവരാണെങ്കിൽ ആരിട്ടതാണോ ഇടാത്തതാണോ എന്നൊന്നും നോക്കൂല. അവര് ആരുടെ ആയിക്കോട്ടെ, എൻ്റെ സ്കൂളാണ്, എൻ്റെ ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി ഇടും. പിന്നീട് എന്താണ്, വെറുതെ എവർ ഫൗണ്ട് ഇറ്റ്. ആൻഡ് നെവർ അലൗഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. എന്താണ്, അവർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പോൾ ഒരാളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടി 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 ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കും ചില പിള്ളേരൊക്കെ കേട്ടോ. എല്ലാവരും അല്ല, ചില പിള്ളേർ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേനും അതൊരു ഡിസ്റ്റർബൻസ് ആണ്, അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അനോയിങ്, ശല്യപ്പെടുത്തുക എന്നുള്ളതിന് എന്താണ് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും വന്നിട്ട് ചെവിയിൽ കിടന്ന് ഞോണ്ടണം, അതുപോലെ തന്നെ ചെവിയിൽ കിടന്ന് വിളിക്കണം. ഇതൊക്കെയാണ് ശല്യപ്പെടുത്തലുകൾ. ഓക്കെ, ഈ ശല്യപ്പെടുത്തലും ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തന്നെയാണ്, ജസ്റ്റ് 2 വേർഡ്സ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.